ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മുടെ ഫ്രണ്ട് ഒരു വണ്ടി കത്തി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വണ്ടി കത്തിയത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഡാമേജ് വന്നിട്ടാണ് സംഭവിച്ചതെന്നുള്ളത് കത്തിയതിന് ശേഷമാണ് അവൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഏത് ഭാഗത്തു നിന്നാണ് ഡാമേജ് വന്നത്, എങ്ങനെയായിരിക്കും സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാണാം. വണ്ടി നമുക്ക് എടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ വണ്ടി നിലവിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി വന്നതിന് ശേഷം നമുക്ക് നോക്കാം. വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്, യാത്രാസുഖം, നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാവിധ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം പക്കാണ്. അപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് അവൻ്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കാം അവൻ്റെ ഐഡിയയിൽ എന്ത് പ്രശ്നമാണ് സംഭവിക്കുന്നത്, വണ്ടി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവൻ്റെ അടുത്ത് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. കക്ഷി ഇതേണ്ട ഇവിടെ ഉണ്ട്, നമുക്ക് അവൻ്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കാം. എന്നാ പരിപാടി പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലായിരുന്നു കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചുമ്മാ ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് തെളിയിക്കുക, ഇത് സംഭവിച്ച എന്താണെന്നുള്ളത്. ഇന്ന് ഫുള്ള് പറയിച്ചിട്ടേ ഇവനെ കൊണ്ട് വിടുകയുള്ളൂ, അല്ലാതെ നമ്മള് ഒരു വണ്ടി അങ്ങനെ നശിപ്പിക്കാതെ നമ്മൾ സംഭവിക്കാല്ല. വണ്ടി പറഞ്ഞു. ഞാന് ഇഞ്ചക്ടർ ഗ്യാപ്പാണ്. ഇഞ്ചക്ടർ ഗ്യാപ്പ് 4 ഇഞ്ചക്ടറാണ്. അടിപൊളി കാറ്റ്, നല്ല സുഖമാണ്. ഈ ഗ്യാപ്പ് ഉണ്ട്, ഈ ഇഞ്ചക്ടർ അതോടെ ഇവിടെ കാണിച്ചു ഈ ഒരു ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഒരു ഡീസൽ ഒരുപാട് കണ്ടവാനം കിടക്കാൻ പറ്റുന്നൊരു സ്ഥലം പോലെയാണ്. ഇതാണ്ട് ഈ ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ്. ആ ഗ്യാപ്പില് ഡീസൽ ഒരുപാട് കിടക്കും. അതുപോലെ തന്നെ ഈ ഇഞ്ചക്ടറിന്റെ ഒക്കെ ഫില്ല് ഇതുണ്ട്, ഈ ഒരു കുഴി കണ്ടോ, ഈ കുഴിക്കകത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡീസൽ സ്റ്റോക്ക് ആവും. ഇവിടെ വണ്ടിയുടെ പമ്പ് ഇതാണ്, പമ്പ് സെറ്റ്. അപ്പോൾ ഈ വരുന്ന ഡീസൽ പൈപ്പുകളാണ് ഇതെല്ലാം. ഈ പൈപ്പുകളെല്ലാം വന്ന് ഇതാണ് ഇതിന്റെ ലിഫ്റ്റ് പമ്പ്. പോകുന്നു. ഇതിൽ ഇത്രയും ഡീസൽ ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ഡീസലൊന്നും സ്റ്റോക്ക് കിടപ്പില്ല, വേറെ സംഭവങ്ങളൊന്നുമില്ല. മെയിനായിട്ട് റേഡിയേറ്റർ ചൂടാകുമ്പോഴത്തേക്ക് റേഡിയേറ്ററിന്റെ ഫാനാണിത്. ഈ ഫാനിന്റെ 2 ലോക്ക്, ഫാനിന്റെ പ്ലഗ് അവിടെയാണ്. ആ പ്ലഗ് ചൂടായിട്ടാണ് അവിടെ നിന്ന് ഉരുകിയാണ് കയറി വരുന്നത് മെയിൻ. പിന്നീട് എല്ലാവരും പറയുന്നുണ്ട് ഈ വണ്ടിയുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ഫ്രണ്ട് വശത്ത് വരുന്ന ഈ ഒരു പോർഷൻ ഇതാട്ടോ, ഈ ഒരു പോർഷൻ പറിച്ചു കളയണം. ടെർബോയുമായിട്ട് മുട്ടിയിട്ട് ആണ് കത്തുന്നതെന്നാണ് പറയുന്നത് ചിലര്. അതൊരു റീസണായിട്ട് പറയുന്നുണ്ടെങ്കിലും അവർ കണ്ടെത്തിയേക്കുന്ന റീസൺ അതാണ്. പക്ഷെ അതല്ല ഇതിന്റെ യഥാർത്ഥ റീസൺ. ഈ പറഞ്ഞ റീസൺ. യഥാർത്ഥ റീസൺ ഈ പറഞ്ഞ റീസണാണ്. ഞാൻ മെയിനായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ 5 വർഷമായി. എൻ്റെ ഒരു 5 വർഷമായിട്ടുള്ള വണ്ടിയാണ്. അപ്പം നിലവിൽ ഈ വണ്ടി ഓവർ ഹീറ്റായിട്ട്, എക്സാമ്പിൾ ചെറുതായിട്ട് കാണിക്കുകയാണ്, കണ്ടോ എൻ്റെ ബോഡികളുടെ കളർ വ്യത്യാസം കണ്ടോ. അപ്പൊ ഈ വണ്ടിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. നമ്മള് കൂളന്റ് എന്നും ചെക്ക് ചെയ്യണം. എന്നുമല്ല, ലോങ് ട്രിപ്പിന് പോകുമ്പോഴത്തേക്ക് കൂളന്റ് എന്നും ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ സർക്യൂട്ടുകൾ എല്ലാം തന്നെ വളരെ ഇതായിട്ടുള്ള സർക്യൂട്ടാണ്, പവർ സപ്ലൈയുടെ സർക്യൂട്ട്. കാരണം എല്ലാത്തിനും ക്വാളിറ്റിയുടെ ചെറിയ വ്യത്യാസം കുറവുണ്ട്. ഈ ഒരു വയറിംഗ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ
അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഇഞ്ചനാണ് എന്താ പറയുക അതുപോലെ കപ്പാസിറ്റി എല്ലാം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഈ വീഡിയോ ഇടുന്നതൊക്കെ അതൊക്കെ പക്കായിട്ട് മനസ്സിലാവുന്ന വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു പണി നമുക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് തന്നെ ചെയ്യാം. അതിന് ശേഷമാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വണ്ടി ഉള്ളവർക്കറിയാം ഇതിൻ്റെ യഥാർത്ഥ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. ക്യൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. കാറ്റാടിയും അതുപോലെ രാമക്കൽമേട് ടൂറിസം അതുപോലെ ഏറിയാണ്. വണ്ടിയുടെ പ്രത്യേകതകൾ ഇതാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഡൗട്ട് മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിച്ചിട്ട് തരാം. ഈ വണ്ടി ഇങ്ങനെ എന്താ പറയുക കത്തുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മെയിൻ്റെനൻസ് വളരെ ക്ലിയർ കാണിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പറയാൻ പറ്റില്ല, കമ്പനിയുടെ ആ ഭാഗത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വണ്ടി കയറാല്ലേ. അപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ.